ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് 2 കേക്കുകളുടെ ഫ്രോസ്റ്റിംഗ് കണ്ടാലോ. ഫസ്റ്റ് വന്ന് നമ്മളുടെ ഒരു ചോക്കോ ചിപ്പ് ട്രഫിൾ കേക്കാണ്. അതൊരു 1/2 kg വെയിറ്റ് വരുന്ന ചോക്കോ ചിപ്പ് ട്രഫിൾ കേക്ക്. പിന്നത്തെ ഒരു ബെൻഡോ കേക്കായിരുന്നു. ഇത് രണ്ടുമാണ് നമുക്കിന്ന് ചെയ്യാനുണ്ടായിരുന്ന വർക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രഫിൾ കേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് മുൻപ് 2 ദിനം കൂടി നമ്മൾ സ്പഞ്ച് റെഡിയാക്കി വെച്ചു. നല്ല അടിപൊളി ലുക്കല്ലേ കാണാനായിട്ട്. ഇത് ഞാൻ ഏതൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ഫ്രോസ്റ്റിങ്ങിൽ ഞാനേത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഹെർഷീസിൻ്റെ ഒരു കൊക്കോ പൗഡർ വാങ്ങിച്ചാൽ, നല്ല ഡാർക്ക് കൊക്കോ പൗഡർ വാങ്ങിച്ചാൽ അടിപൊളി ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറും പറയാതെ വയ്യ. ഇപ്പോഴും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് കിട്ടും അതിൽ ചെയ്തെന്നാൽ. പിന്നെ ആ ഒരു ചെയ്യുന്ന മെത്തേഡും അതേപോലെ നമ്മൾ ഫോളോ ചെയ്ത് പോയെന്നാൽ നമുക്ക് അടിപൊളി സ്പഞ്ച് റെഡിയാക്കി കിട്ടും. പിന്നെ അതിനകത്ത് ട്രഫിളായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലെയറിൽ കൊടുക്കുന്നത് മിൽക്ക് ചോക്ലേറ്റിൻ്റെയാണ്. അപ്പോൾ ഇതൊരു 2 ബാർ ചോക്ലേറ്റ് എടുത്തിട്ട് ഒരു 1/4 കപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഗനാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് തന്നെ വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചറിൽ വെച്ചെന്നാൽ ഒന്ന് സെറ്റായി കിട്ടിക്കോളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ലെയർ കൊടുക്കുക. അതിൻ്റെ ലെയറിൽ നമ്മൾ ചോക്കോ ചിപ്പ്, ഡാർക്ക് ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത്. കാരണം മൊത്തം നമ്മൾ ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കൊടുത്താൽ നല്ലൊരു കയ്പ്പ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് എടുക്കുന്നത്. അപ്പോൾ ട്രഫിളിന് എപ്പോഴും ലെയറിൽ മിൽക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് നമ്മൾ വാങ്ങി കഴിച്ചാൽ തന്നെ എത്ര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത് ഫുൾ നമ്മളുടെ കേക്കിൽ ലെയറിൽ മൊത്തം ചോക്ലേറ്റ് ആകുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എന്നിട്ട് 2 ലെയറിലും നമ്മൾ ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത്. അത് ഡാർക്കിൻ്റെയാണ് കൊടുക്കുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണ് ഈ ഒരു ചോക്കോ ചിപ്സിൻ്റെ ചോക്ലേറ്റ് ട്രഫിള്. ഇപ്പം നമ്മളത് ഹെവിയാണെന്ന് പറയുന്നത് അതിൻ്റെ ലെയറിലും ഫൈനൽ കോട്ടും പിന്നെ അതിൻ്റെ ഡെക്കറേഷനും ഒക്കെ ചോക്ലേറ്റിൽ ഫുൾ കവേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ക്രീമിൽ നമ്മൾ ഫൈനൽ കോട്ടും ക്രം കോട്ടൊക്കെ ചെയ്യുന്നത് ആ ഒരൊറ്റ ഗനാഷിൽ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിക്കുന്നത്. ആ മുകളിൽ മാത്രം, ഉള്ളിൽ ഫുള്ള് വരുന്നത് മിൽക്ക് ചോക്ലേറ്റാണ്. നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ക്രീം കിട്ടും, ഗനാഷ്. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ ആ ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഫ്രോസ്റ്റിംഗ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സുഖമായിരുന്നു ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ ഫ്രോസ്റ്റിങ്ങൊക്കെ ആ ഒരു ക്രീമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി ഈസി ആയിട്ട്. നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഇപ്പം നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ആ ഒരു പാലറ്റ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തെന്നാൽ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ നമ്മളുടെ കേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ ഗനാഷ് വരുന്നു, അതിൻ്റെ സൈഡിൽ ചോക്കോ ചിപ്സ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. എങ്കിലും മേൽഭാഗം നല്ല ഫിനിഷിങ്ങിലിരിക്കണം. അപ്പോൾ ആ മേൽഭാഗം ഗനാഷ് ഒഴിക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം സമയം പുറത്തിരിക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായിക്കോളും തനിയെ തന്നെ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്, ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടാണ് ഗനാഷ് ഒഴിക്കുന്നത്. അതിന് ഡാർക്ക് ചോക്ലേറ്റാണ് അതിനെടുത്തിരുന്നത്. നല്ല മുകളിൽ നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കുക. താഴെ ഇപ്പോൾ ഡിപ്പ് ചെയ്യുന്ന ഡ്രിപ്പായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം സൈഡ് മൊത്തം ചോക്കോ ചിപ്സ് വരുന്നതാണ്. അപ്പോൾ ഇത്
കുറച്ച് ഒഴിച്ചാലും മാത്രം മതിയാകും, ഫുൾ കവേർഡ് അല്ലെങ്കിൽ. കാരണം ആ സൈഡ് മൊത്തം ചോക്കോ ചിപ്സ് വരുന്നതാണ്. ഞാൻ ഡാർക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചോക്കോ ചിപ്സാണ് എടുത്തിരിക്കുന്നത്, ആ സൈഡ് മൊത്തം ഒന്ന് കവർ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു നോസിൽ വർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ചെറിയ സ്റ്റാർ നോസിൽ കൊണ്ടിട്ട് ഉള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലും ഒരു ചെറിയൊരു ഗാർണിഷ് ചോക്ലേറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നോസിലിൻ്റെ ആ ഒരു മിറർ ഗ്ലേസ് കണ്ടോ, നോസിൽ തന്നെ നമുക്ക് ആ കേക്കിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു ഗ്ലേസിലാണ് നമ്മൾ ഗനാഷ് ഒഴിച്ചിരിക്കുന്നത്. ആ ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട് കുറച്ച് ബട്ടർ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഗനാഷ് നല്ലൊരു മിറർ ഗ്ലേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊന്നും വേണ്ട, ബട്ടർ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഗ്ലേസ് നമുക്ക് ന്യൂട്രിച്ചെല്ലോ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ തന്നെ നല്ലൊരു ഗ്ലേസിങ് നമുക്കതിനകത്ത് കിട്ടും. ന്യൂട്രിച്ചെല്ലാകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റാവും ന്യൂട്രിച്ചെല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഹാൻഡ് കേക്കാണ്. അതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ആ ഒരു ടേൺ ടേബിളിൽ വെച്ചിട്ട് ചെയ്തെന്നാൽ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ കേക്കുകൾ ചെയ്യാൻ പറ്റും. എന്നിട്ടിത് അവരൊരു ഡിസൈൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ. അപ്പോൾ വൈറ്റ് ക്രീമിൽ ചെറിയ ചെറിയ ഹാർട്ട് ഷേപ്പ്, ആ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പ് നമുക്ക് കൈകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു കട്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 2 വിരൽ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹാർട്ട് ഷേപ്പാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് അത് പരത്തുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ അതിനകത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെയുള്ള കൊറിയൻ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ താഴെ ഞാൻ ചെറിയൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് വെച്ചത്. കണ്ടേ ഇതേപോലെ ഞാനൊരു കളർ മിക്സ് ചെയ്ത് ഫോണ്ടൻ്റ് റെഡ് കളറ്, എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുക, ഒരേ ലെവലിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ആ നടുക്ക് കണ്ടോ, ഞാൻ കാണിക്കുന്ന പോലെ ആ ഒരു വിരൽ കൊണ്ടിട്ട് നടുക്ക് മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കുഴിച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് അമർത്തുകയല്ല ചെയ്യണം, റോൾ ചെയ്ത് കുഴിക്കുക. എന്നിട്ട് 2 അറ്റവും കൂടി ഒന്ന് മുകളിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് താഴെ ഭാഗം ഒന്ന് വലിച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡിയായി. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. വളരെ ചെറിയ ഹാർട്ട് ഷേപ്പാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഫോണ്ടൻറ്റിൽ ആണിതിപ്പോൾ ചെയ്തെടുത്തത്. വളരെ ചെറിയ ഹാർട്ട് ഷേപ്പാണിത്. ഇപ്പോൾ ക്രീമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അത് വളരെ ഈസിയാണ്. ഞാൻ പിന്നെ ഫോണ്ടൻറ്റിൽ വളരെ ഈസിയായിട്ട് ഒരു 2 വിരൽ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹാർട്ട് ഷേപ്പ്. ഇതേപോലുള്ള ബെൻഡോ കേക്കുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. എല്ലാ ഭാഗത്തും പിന്നെ പേര് എഴുതി വെച്ചിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം, അതൊന്നും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ചെയ്യുന്ന എപ്പോഴും ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റുള്ള കേക്കെന്ന് പറയുന്നത് അത് വെറുതെ അല്ല പറയുന്നത്, ഒരുപാട് ടേസ്റ്റുള്ള കേക്കുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ചോക്കോ ചിപ്പിൻ്റെ ആ ഒരു ട്രഫിൾ കേക്ക്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.